ലയൺസ് ക്ലബ് ഓഫ് ഈരാറ്റുപേട്ട 318B 2024-2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തന ഉദ്ഘാടനവും 2024 ജൂലൈ 7 ഞായർ വൈകിട്ട് 7:30 ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ് ഹാളിൽ നടത്തപ്പെട്ടു. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം PMJF ലയൺ തോമസ് ജോസ് PDG നിർവഹിച്ചു. പ്രസിഡന്റ് ലയൺ ജോസ് മുത്തത്താവളം അധ്യക്ഷത വഹിച്ചു. ഇൻസ്റ്റാളേഷൻ ഓഫീസർ PMJF ലയൺ തോമസ് ജോസിന്റെ നേതൃത്വത്തിൽ ലയൺ സാജി തോമസ് പുറപ്പന്താനം, പ്രസിഡന്റ് ലയൺ അഡ്വക്കേറ്റ് ബിജു ജോസഫ് വലിയ പരക്കാട്ട്, സെക്രട്ടറി ലയൺ ഉണ്ണിക്കുഞ്ഞ് വെള്ളുക്കുന്നൻ, അഡ്മിനിസ്ട്രേറ്റർ ലയൺ ഔസേപ്പച്ചൻ വലിയ വീട്ടിൽ, ട്രഷറർ ലയൺ മാർട്ടിൻ വയമ്പോത്തിനാൽ, ചാരിറ്റി ചെയർമാൻ എന്നീ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺ ഉണ്ണി കുളപ്പുറം, ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ലയൺ സിബി മാത്യു പ്ലാത്തോട്ടം, റീജിയൻ ചെയർപേഴ്സൺ ലയൺ വിൻസെന്റ് മാടവന, സോൺ ചെയർപേഴ്സൺ ലയൺ ലിജു ആനപ്പാറ, ലയൺ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസ് പ്ലാത്തോട്ടം, ചാർട്ടർ മെമ്പർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. 1982 ഈരാറ്റുപേട്ടയിൽ ആരംഭിച്ച ലയൺസ് ക്ലബ് ഓഫ് ഈരാറ്റുപേട്ട സേവനത്തിന്റെ പാതയിൽ മഹത്തായ 42 വർഷങ്ങൾ പിന്നിട്ടു. 2024-2025 വർഷത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റ ലയൺ സാജി പുറപ്പന്താനം സർവീസ് പ്രോജക്റ്റുകൾ വിവരിച്ചു. നിർധനനായ ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുക, പവർ തയ്യൽ മിഷൻ നൽകുക, കിടപ്പ് രോഗികൾക്ക് വാട്ടർ ബെഡ്, വീൽചെയർ, മരുന്ന് എന്നിവ വിതരണം ചെയ്യുക, നിർധനരായ ആളുകൾക്ക് ഓണത്തിന് അരിയും ഫലവ്യഞ്ജനവും വിതരണം ചെയ്യുക, ദുഃഖവെള്ളിയാഴ്ച അരുവിത്ര വെള്ളിച്ചൻ മലയിൽ ആളുകൾക്ക് സംഭാരം വിതരണം ചെയ്യുക, ഐ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടത്തുക തുടങ്ങിയ പദ്ധതികളാണ് ഈ വർഷം ലയൺസ് ക്ലബ് ഓഫ് ഈരാറ്റുപേട്ട നടപ്പിലാക്കുന്ന സേവന പദ്ധതികൾ. Let us stand for flag salutation by Leo Irene Maria Biju. Salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibilities of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course, and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the comity of nations. Jai Hind. Thank you. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ അതിവിശിഷ്ടമായ സേവനം നടത്തിയ നമ്മുടെ പഴയ PSTയോട് അല്ലെങ്കിൽ ജോസിയേട്ടൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇത് ലയൺസ് ക്ലബിലാണെങ്കിലും ഉപരി ജോസിയേട്ടൻ്റെ ക്ലബ് എന്നൊരു പേര് വരെ ജോസിയേട്ടൻ ഉയർത്തിയെടുത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ക്ലബ് മെമ്പേഴ്സിനും ചെയ്യാവുന്ന മാക്സിമം ആയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്ന ജോസിയേട്ടനോട് ഈ ക്ലബിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഒരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സെറമണി ഗംഭീരമാക്കുവാനായിട്ട് നമ്മുടെ ഈ ക്ലബുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ചടങ്ങുകളിലും അല്ലെ എല്ലാ മെമ്പേഴ്സിനോടും നമ്മുടെ മെമ്പർ പോലെ തന്നെ നമ്മുടെ ഇടപെടുന്ന ലയൺ തോമസ് ജോസ് PDG ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ LCIF കോർഡിനേറ്റർ ഉണ്ണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റീജിയണൽ ചെയർമാൻ വിൻസെന്റ് എബ്രഹാം അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതുപോലെ സോൺ ചെയർമാൻ ലിജിൻ അനപ്പാറ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റിങ്ങിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാർട്ടർ ഓഫീസ് നമുക്ക് ഇത്ര അധികം സൗകര്യങ്ങൾ ഒരുക്കി തരികയും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൊല്ലങ്ങളായിട്ട് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ചാർട്ടർ ഓഫീസ് 3 പേരിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ജോർജ് ചേട്ടനോട് ചേട്ടനെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലയൺസ് ഈ റീജിയൻ്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്ററായ ലയൺ സിബി മാത്യു നമ്മുടെ ഏറ്റവും അടുത്തുള്ള ലയൺസ് ക്ലബിൻ്റെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഞായറാഴ്ചയായിട്ട് എല്ലാ
അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നമ്മുടെ ലയൺ സുഹൃത്തുക്കളെയും അതുപോലെ നമ്മൾ വിളിച്ചിട്ടെത്തിയിരിക്കുന്ന മറ്റ് ക്ലബ്ബുകളിലെ അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേരിലും ലയൺസ് ക്ലബിൻ്റെ പേരിലും ഹോസ്റ്റായ ജോസ് കുട്ടിയുടെ പേരിലും ജോസിയേട്ടൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം അവസാനിക്കുന്ന ഈ അവസരത്തിൽ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പ്ലാൻ ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു. അതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ലയൺസ് ക്ലബ് മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ ഇൻകമിംഗ് പ്രസിഡന്റ് സാജി തോമസിനെ പറ്റി പറഞ്ഞാൽ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ക്ലബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നല്ല ഏതെങ്കിലും ഒരു കാര്യം സാജി ഏറ്റെടുത്താൽ അത് വളരെ ഭംഗിയായി നടത്തിയിരിക്കും. സാജിയുടെ രീതി അതാണ്, ഏറ്റെടുക്കുന്ന കാര്യം വളരെ ഭംഗിയായി നടത്തും. സാജിക്കും സാജിയുടെ കൂടെയുള്ള എല്ലാ ടീമിനും പ്രത്യേകം മംഗളം നേർന്നുകൊണ്ട് നിർത്തപ്പെടും. ഈരാറ്റുപേട്ട ലയൺസ് ക്ലബിൻ്റെ 4 പതിറ്റാണ്ട് കാലത്തെ ചരിത്രമാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. പുതിയ ഒരു ഭാരവാഹി അല്ലെങ്കിൽ പുതിയൊരു ടീം ഈ ക്ലബിനെ നയിക്കുന്നതിനായിട്ട് സ്ഥാനമേൽക്കുകയാണ്. 1983 സ്ഥാപിതമായ ലയൺസ് ക്ലബ് ഈരാറ്റുപേട്ട 40-ന് മുകളിൽ ഭാരവാഹികളാൽ നയിക്കപ്പെട്ട് വലിയ നല്ല നിലയിലുള്ള നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ള സമൂഹത്തിൽ നല്ലൊരു നിലവാരമുള്ള ഒരു ക്ലബ്ബായിട്ട് ഇന്നും തുടരുന്നുണ്ടെങ്കിൽ ഇതുവരെ നയിച്ച എല്ലാ ഭാരവാഹികളുടെയും ചാർട്ടർ മെമ്പർമാരിൽ, ചാർട്ടർ പ്രസിഡന്റിൽ, ചാർട്ടർ മെമ്പർമാരിൽ തുടങ്ങി ഇതുവരെ ക്ലബിനെ നയിച്ച മുഴുവൻ ആൾക്കാരുടെയും അവരുടെ ആത്മാർത്ഥമായ അർപ്പണബോധത്തോടു കൂടിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മാൻ ഓഫ് ദ ഡേ നമ്മുടെ പ്രിയങ്കരനായ സാജി പ്രൊപ്പന്താനമാണ്. ലയൺസ് ക്ലബ് ഈരാറ്റുപേട്ടയെ 2024-25 കാലഘട്ടത്തിൽ നയിക്കുവാനായിട്ട് ചുമതല ഏറ്റിരിക്കുന്നത് പ്രിയങ്കരനായ സാജി പ്രൊപ്പന്താനമാണ്. ലയൺസ് ക്ലബ് ഈരാറ്റുപേട്ടയുടെ വിവിധങ്ങളായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ഒത്തിരി പദവികൾ വഹിച്ചുകൊണ്ട് നല്ലൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയങ്കരനായ സാജി പ്രൊപ്പന്താനം. നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാജി ചേട്ടന്. അദ്ദേഹം ലയൺസ് ക്ലബില് 2012 കാലഘട്ടത്തിലാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെങ്കിലും വളരെ വർഷത്തെ ഒരു പരിചയസമ്പത്ത് കൈമുതലായിട്ടുള്ള ഒരാളാണ്. പല സംഘടനകളിൽ JCIയിൽ അതുപോലെ തന്നെ ഒക്കെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയത്രപ്പള്ളിയുടെ ട്രസ്റ്റിയായിട്ട് വർഷങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മുടെ തീക്കോയി ലൈബ്രറിയുടെ ഭാരവാഹിത്വത്തിലുള്ള വർഷങ്ങളായിട്ട് ബാങ്കിലും ഒത്തിരി കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏറ്റവും സജീവമായ ഒരു വ്യക്തിത്വത്തെയാണ് ഈ വർഷം ലയൺസ് ക്ലബ്ബ് നയിക്കാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സായിച്ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ സായിച്ചേട്ടന് വൈഫ് മരിയ സാജി ഇവിടെയുണ്ട്, മരിയ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. മക്കളാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അവര് എല്ലാവരും വിദേശത്താണ്. അക്കു സാജി UK-യിലാണ് മോള്, പിന്നെ അമലു ഓസ്ട്രേലിയയിലാണ് രണ്ടാമത്തെ മോള്, മൂന്നാമത്തെ അന്നു അവള് റീസെൻ്റ്ലി ഓസ്ട്രേലിയക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ മക്കളാരും ഇല്ല, അദ്ദേഹം ഫാമിലി വൈഫും തന്നെയാണുള്ളത്. അപ്പോൾ ഈ വർഷം എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ലൊരു നേതൃത്വമുണ്ട്, സജീവമായ ഒരു നേതൃത്വമുണ്ട്. സായി ചേട്ടനെയും മരിയ ചേച്ചിയെയും മക്കളെല്ലാവരെയും ഈ ക്ലബിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, പുതിയ ഭാരവാഹികൾക്ക്, അതുപോലെ തന്നെ ഈ ക്ലബിനെ നയിക്കാൻ ഇത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. നമ്മളുടെ ക്ലബിനെ സംബന്ധിച്ച് ഇൻസ്റ്റലേഷൻ സെറമണി ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കവും ഈ വർഷത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങുമാണ് ഇൻസ്റ്റലേഷൻ സെറമണി എന്ന് പറയുന്നത്. പൊതുവെ ലയൺസ് ക്ലബിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സാണ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണേഴ്സാണ്, PDG-മാരാണ് ഈ കർമ്മം നിർവഹിക്കുക. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള ഗസ്റ്റുകളുടെ അറിവിലേക്കായി പറയട്ടെ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട വ്യാപിച്ച് കിടക്കുന്ന ക്ലബ്ബുകളുടെ ഒരു ഗവർണർ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിത്വമാണ് നമ്മളുടെ മുഖ്യാതിഥി എന്ന്.
അദ്ദേഹം ഒരു ഹാട്രിക് ഓൾറെഡി അടിച്ചു നിൽക്കുന്നയാളാണ്. നമ്മുടെ 3 പ്രസിഡന്റുമാരെയും ടീമിനെയും ഓഫീസ് ബെയറേഴ്സിനെയും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. ജോസൂട്ടിയുടെ ഇൻസ്റ്റലേഷൻ സെറമണി 2019-20 ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇൻസ്റ്റലേഷൻ സെറമണിയും പിന്നെ ലയൺ അഡ്വക്കേറ്റ് തോമസ് ടീമിനെയും ഇൻസ്റ്റലേഷൻ സെറമണിയൊക്കെ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഹെയിലിംഗ് ഫ്രം ദി ഏൻഷ്യൻ പാറേക്കാട് മറ്റപ്പള്ളി പൈക, പാറേക്കാട്ട് കുടുംബാംഗമാണ്, പൈകയിലാണ്. അതുകൊണ്ട് തന്നെ ലയൺസിലേക്ക് കടന്നു വന്നത് പൊൻകുന്നം ചാപ്റ്റർ വഴിയാണ്. പൊൻകുന്നത്തെ ലയൺസ് ക്ലബ്ബിൽ 94-95 കാലഘട്ടത്തിലാണ് അദ്ദേഹം ലയൺസിലേക്ക് കടന്നു വന്നത്. 2001 കാലഘട്ടത്തിൽ അവിടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് സോൺ ചെയർമാൻ, റീജിയണൽ ചെയർമാൻ, മറ്റ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റിലെ പ്രമുഖ സ്ഥാനങ്ങൾ അടക്കം ലയൺസ് ക്ലബിൻ്റെ നിരവധി നേതൃസ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുകയുണ്ടായിട്ടുണ്ട്. കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റായ അദ്ദേഹം ഡൽഹിയിൽ 1976 മുതൽ 92 മുതൽ ഡൽഹിയിൽ ബിസിനസ് ചെയ്തൊരു ബിസിനസ്സൊപ്പം ഒരു കമ്പനിയുടെ മാനേജറും, ക്രോസ്ഫീൽഡ് ആൻഡ് കമ്പനിയുടെ മാനേജറും, പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ രംഗത്തൊക്കെ സ്വന്തം ബിസിനസ്സും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. നിരവധി ലയൺ ഇൻ്റർനാഷണൽ പ്രസിഡൻസ് എക്സലൻസ് അവാർഡ് അടക്കം ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ അദ്ദേഹത്തിൻ്റെ മറ്റ് ആക്ടിവിറ്റീസൂടെ ഞാനിപ്പോൾ ഈ സമയത്തൊന്ന് വായിക്കട്ടെ. കോട്ടയം ക്ലബിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റവും വിഖ്യാതമായ ഒരു ക്ലബ്ബാണ്. കോട്ടയം ക്ലബിൻ്റെ മെമ്പറാണ് അദ്ദേഹം. അതുപോലെ തന്നെ ലൈഫ് മെമ്പർ HMA ന്യൂഡൽഹി, അതിൻ്റെ ലൈഫ് മെമ്പറാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ടെലികോം അഡ്വൈസറി കമ്മിറ്റിയുടെ 3 തവണ അഡ്വൈസറി കമ്മിറ്റിയിൽ അദ്ദേഹം മെമ്പറായിരുന്നയാളാണ്. അതുപോലെ തന്നെ പ്രിവിലേജ് മെമ്പർ ആൻഡ് ചെയർമാൻ ഓഫ് ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നു. His wife, Lion Nancy Thomas, a graduate in commerce, belongs to the Karingada family of Changaseri. They are blessed with 3 children. The rapport that he has established with Lion families across the district is his invaluable asset. Ladies and gentlemen, I proudly present before you our installation officer, PNJF Lion, Thomas Jos Idi. Thank you. ബോർഡ് മീറ്റിങ്ങിൻ്റെ എല്ലാ മിനിറ്റ്സ് വളരെ കൃത്യമായിട്ട് എഴുതി അടുത്ത മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്ത് സൈൻ ചെയ്ത് ബുക്കുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി രജിസ്റ്ററുകൾ, മെമ്പർഷിപ്പ് രജിസ്റ്റർ, ബാക്കിയെല്ലാം താങ്കളുടെ ഉത്തരവാദിത്തത്തിൽ സൂക്ഷിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്ത വർഷം തങ്ങളുടെ വർഷം തീരുമ്പോൾ അടുത്ത വർഷത്തെ ആൾക്കാർക്ക് അത് കൈമാറേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ സോൺ അഡ്വൈസറി മീറ്റിങ്ങിലും പങ്കെടുക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. മന്ത്ലി ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റിൽ വായിക്കേണ്ടതുണ്ട്. Will you do that? Yes, please be seated. സോറി സാറേ, ഒരു സെക്കൻഡ്. നമ്മുടെ വിശിഷ്ട ക്ഷണിക്കപ്പെട്ട ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. മുമ്പിൽ കുറച്ച് സീറ്റുകളുണ്ട്, ഇങ്ങോട്ടും കടന്നിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാപ്റ്റർ മെമ്പർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസ് സാർ ദയവായി സ്റ്റേജിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് IPP, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ്. ഞാൻ ജോസ് കറിയ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ പറയുന്നതിന് മുമ്പ് ഈ വർഷം ക്ലബിനെ വളരെ നല്ല രീതിയിൽ നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയയിൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ പോയിരുന്നു. ജൈനമ്മയും കൂടെ ഉണ്ടായിരുന്നു, 2 പേരും കൂടെ പോയിരുന്നു. ഇൻ്റർനാഷണൽ കൺവെൻഷൻ അദ്ദേഹം 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. നേരത്തെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ പോയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും അത് അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെന്ന്. എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനെ കൂടാൻ പറ്റിയിട്ടുള്ളൂ. അദ്ദേഹം 2 ഇൻ്റർനാഷണൽ കൺവെൻഷനിൽ പോയിട്ടുണ്ട്. ഈ ക്ലബിനെ നല്ല ഒരുപോലെ നയിച്ച ആ തങ്കപ്പെട്ട മനുഷ്യനും ടീമിന് ഒരു നല്ല കൈയടി കൊടുത്ത് പ്രവർത്തിക്കുന്നു.
IPP താങ്കൾ മാത്രമാണ് ഈ ഡയറക്ടർ ബോർഡിലെ എലക്ട് ചെയ്യപ്പെടാത്ത മെമ്പർ. ബൈ വെർച്യൂ ഓഫ് യുവർ പൊസിഷൻ ആസ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് യു ആർ എ മെമ്പർ ഓഫ് ദി ഡയറക്ടർ ബോർഡ്. താങ്കളുടെ ഉത്തരവാദിത്വം പുതിയ പ്രസിഡന്റിന് വേണ്ട അഡ്വൈസുകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. താങ്കളുടെ സംസാരത്തിൽ നിന്ന് സാഹചര്യത്തെ പറ്റി പറയുന്നത് കേട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. IPP എന്ന് പറയുന്ന IPPക്കുള്ള വേറൊരു ഫുൾ ഫോം ഉണ്ട്, അതായിരിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് വിൽ യു ഗിവ് ഓൾ ഹെൽപ്പ് ടു യുവർ ഇൻകമിംഗ് പ്രസിഡന്റ്? താങ്ക് യു. പ്ലീസ് പ്രൊസീഡ്. Now it is the turn of the hero of the day, the president-elect, Lion Saji Thomas Purbandanan. Please come forward. So Saji, you are going to be the chief executive officer of the club. You are ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഓഫ് ഈരാറ്റുപേട്ട കുടുംബനാഥനാണ്. താങ്കളെ ആണ് എൻ്റെ ചെയർമാൻഷിപ്പ് വഹിക്കേണ്ടത്. താങ്കളുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ താങ്കൾ വേറൊരു സോണിലുള്ള ക്ലബ്ബുകളിൽ പോവുകയാണെങ്കിൽ ഈരാറ്റുപേട്ട ക്ലബ്ബ് അറിയപ്പെടുന്നത് സാജിയുടെ ക്ലബ്ബ് എന്നായിരിക്കും പറയപ്പെടുന്നത്. താങ്കൾക്ക് അതുപോലെ ആ ക്ലബിൻ്റെ ഐഡൻറ്റിറ്റി താങ്കളുടെ പേരിൽ തന്നെയായിരിക്കും. ആ ഒരു ഇത് ഓർമ്മ വേണം എപ്പോഴും. താങ്കളുടെ പ്രവർത്തികൾ ഈരാറ്റുപേട്ട ക്ലബിനെന്നും അഭിമാനകരമായ പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് ഇവിടെ ഒരു നല്ല ഡയറക്ടർ ബോർഡുണ്ട്, നല്ല സപ്പോർട്ട്, വളരെ എന്താ പറയുന്നത്, വളരെ എക്സ്പീരിയൻസ്ഡ്, വളരെ നല്ല ഒരു ടീമാണ് നിങ്ങൾക്കുള്ളത്. ഇതെല്ലാം നിങ്ങൾ ഈ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് യുവർ ഡ്യൂട്ടീസ്. നമ്മളെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൈസ് പ്രസിഡന്റുമാരുണ്ട്, നമുക്ക് പല കമ്മിറ്റികളുണ്ടാകും, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക. ഇൻട്രസ്റ്റ് ഡ്യൂട്ടീസ് തന്നെയൊന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യരുത്, ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. ഞങ്ങളെ കൊണ്ട് എപ്പോഴും പറ്റുകയില്ല. ബാക്കിയുള്ളവർക്ക് ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ വൈസ് പ്രസിഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ട കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അവരെ കൊണ്ട് ഇത് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ താങ്കളെ ദ മെമ്പേഴ്സ് വിൽ ബി ദ ജൂറി. അവരായിരിക്കും താങ്കളുടെ പെർഫോമൻസിനെ പറ്റി പറയാൻ പോകുന്നത്. അവരെ കൊണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. താങ്കൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. And I will do that. Please come. സ്ഥാനം കൈമാറുന്ന ചടങ്ങാണ്. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാവലും. This is the symbol of your authority. ഗാവൽ താങ്കൾക്കിത് ഈ കൊടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും മാത്രം അടിക്കാൻ ഉപയോഗിക്കുക, അല്ലാതെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ഇത് ഈ ക്ലബിന് താങ്കളോടുള്ള സ്നേഹത്തിൻ്റെയും റെസ്പെക്റ്റിൻ്റെയും ചിഹ്നമാണ്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ പ്രസിഡന്റിനെ ഞാനിത് കൈമാറുകയാണ്. For the Hellenistic year 2024-25 of Lions Club of Iratupatta Central, Iratupatta is hereby installed to their respective positions. Please give me അതെ, സെക്രട്ടറിയും ട്രഷററും അവരുടെ കോളറുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. അവർ society recognizes you for what you do. My dear friends, always remember you or I can do so little, but together we can do a lot. Together we can എന്ന ഡിസ്ട്രിക്ട് സ്ലോഗൻ ഓർത്തുകൊണ്ട് ടുഗദർ ഫോർവേഡ് എന്ന സ്നേഹം പോലെ നിങ്ങൾക്ക് ഒന്നിച്ചു മുന്നേറാൻ സാധിക്കട്ടെ. ലയൺസ് ക്ലബ്ബ് ഓഫ് ഈരാറ്റുപേട്ടയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ. നല്ലൊരു ഡയനസ്റ്റിക് വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. എന്നെ ഈ വിളിച്ചതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
ചെയർമാൻമാരായ സെബാസ്റ്റ്യൻ സാർ, പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാർ, പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങളെ, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഞാൻ എല്ലാവരോടും ഈ ക്ലബിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ക്ലബിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സോൺ ചെയർമാനായിട്ടും റീജിയൻ ചെയർമാനായിട്ടും ഞാൻ ഈ ക്ലബിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ക്ലബിലെ ഒട്ടുമുക്കാൽ അംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നയാളാണ് ഞാൻ. നമ്മുടെ ബിനോയ് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ നിർത്തിക്കണം. ഈ പ്രാവശ്യം ഡിസ്ട്രിക്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ LCIF-ൻ്റെ കോർഡിനേറ്ററാണ്. LCIF-ൻ്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്വം പിടിച്ച പണി തന്നെയാണ്. നമുക്ക് MJF മെൽവിൻ ജോൺസ് വരെ അത് നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഈ പ്രാവശ്യം 75 ഇന്റർനാഷണൽ കൊടുത്തേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 75 MJF ഉണ്ടാക്കി കൊടുക്കണം. അതിന് 84,000 രൂപ ആകും ഒരു MJF എടുക്കുന്നതിന്. ആ ഒരു MJF നമ്മൾ എടുത്താൽ നമ്മുടെ ഈ 84,000 രൂപ കൊടുക്കുന്നത് 5,200 പാവപ്പെട്ട രോഗികൾക്ക്, പല കിഡ്നി പേഷ്യൻസിന്, അതുപോലെ തന്നെ നമ്മുടെ ഈ പിള്ളേർക്ക് വരുന്ന ചൈൽഡ് ക്യാൻസർ, അങ്ങനെ പല രോഗങ്ങൾക്കുള്ളവർക്കാണ് നമ്മൾ ഈ പൈസ തരുന്നത്. അല്ലാതെ ഡിസ്ട്രിക്റ്റിനോ അല്ലാതെ വേറെ ആർക്കോ അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സ്നേഹിതൻ ബിനോയിയാണ് ഈ ക്ലബിൻ്റെ LCF കോർഡിനേറ്റർ. ഒരു 5 MJF-ഉം അതുപോലെ തന്നെ MJF എടുക്കാൻ പറ്റാത്ത ആൾക്കാരോട് $10 വെച്ച് നമ്മൾ മേടിച്ച് തീർച്ചയായിട്ടും ഡിസ്ട്രിക്റ്റിൽ കൊടുക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. എല്ലാ മെമ്പർമാരോടും $10 മേടിക്കുക. MJF തരാൻ പറ്റുന്നവർ ഇതെല്ലാം ചാരിറ്റിക്ക് തന്നെ പോകുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞാൽ ആ പൈസകൾ മൊത്തം നമ്മുടെ ഡിസ്ട്രിക്റ്റിലോട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായപ്പോഴും അതുപോലെ നമ്മുടെ സണ്ണി സെക്രട്ടറിയുടെ കാലത്ത് 5 ഡയാലിസിസ് യൂണിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 നമ്മുടെ പത്തനംതിട്ടയിലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലബിൽ ആർക്ക് റെക്കമെൻഡ് ചെയ്താലും ഫുൾ ഫ്രീ ആയിട്ട് തന്നെ അവിടെ ഡയാലിസിസ് ചെയ്ത് കൊടുക്കും. അതുപോലെ മെരീൻ മെഡിക്കൽ സെൻ്ററിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും $10 വെച്ച് കൊടുക്കണം. $10 എന്ന് പറഞ്ഞാൽ 850 രൂപ ആവുള്ളൂ. അത് എല്ലാവരും ചെയ്യണം. അതുപോലെ MJF എടുക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും MJF എടുത്ത് ഡിസ്ട്രിക്റ്റിനെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ സർവീസ് പ്രോജക്റ്റായിട്ട് കിടപ്പി രോഗികൾക്ക് വീൽചെയർ, എയർബെഡ്, മരുന്ന് മുതലായവ നമ്മൾ വിതരണം ചെയ്യാൻ കാണുന്നുണ്ട്. നമ്മുടെ എക്കാലത്തെയും വലിയ പ്രോജക്റ്റായിരുന്ന അരിദാനം നമ്മൾ കുറച്ച് വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഓണത്തിന് അത് വീണ്ടും പുനരാരംഭിക്കണമെന്ന് നമ്മുടെ അഭിപ്രായം വരുന്നുണ്ട്. അതിനൊരു കാരണം നമ്മൾ കണ്ടെത്തിയ എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ ഈ അരിദാനം നിർത്താൻ കാരണം കഴിഞ്ഞ ആ വർഷം നോക്കിയപ്പോൾ നമ്മുടെ നമ്മുടെ പോയി തന്നെ പറഞ്ഞ കുറച്ച് വീട്ടിൽ 50 കിലോ അരി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അരി വിതരണം ചെയ്യുമ്പോൾ അവർക്ക് പഞ്ഞം വിശപ്പില്ലായിരിക്കുക എന്നുള്ളത് അർത്ഥമായിരുന്നു. പക്ഷേ അവിടെ നമ്മുടെ അരിദാനത്തെ കണ്ടിരുന്നത് ഓണത്തിനെങ്കിലും നല്ല കുത്തരിയുടെ അരി. നമ്മളൊക്കെ ശരിക്കും പായസവും പപ്പടവും പരിപ്പൂരം കൂടി ചോറിട്ടപ്പോൾ അവർ റേഷനരിയുടെ അരിയല്ല, റേഷനരിയുടെ അരിയായിരുന്നു എന്നാണ് ഓണത്തിന് കൊണ്ടുവരുന്നത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരും ആ ഓണത്തിന് നമ്മളെ പോലെ സന്തോഷത്തിൽ ഒരു ദിവസം സന്തോഷത്തിൽ നല്ല കുത്തിരിയുടെ ചോറ് പരിപ്പും പയറും എല്ലാം കൂടി ഉണ്ണട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും പുനരാരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും നടത്തണം. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് പഠന സഹായമായി അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ നൽകുക. അതുപോലെ നമ്മൾ വെള്ളിച്ചപ്പള്ളിയിലെ എല്ലാ കൊല്ലമായി നടത്തി വരുന്ന 80,000 രൂപ വില വരുന്ന ചാരിറ്റി പ്രവർത്തനം ഈ വർഷം നമ്മൾ ചെയ്യണം. അതിനെല്ലാ മെമ്പർമാരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മാർക്കറ്റിങ്ങിൽ നമ്മുടെ ക്ലബിന് നമ്മുടെ ഈ ക്ലബിന് ഈ ഹാള് പൊതുജനങ്ങൾക്ക് പ്രോഗ്രാം നടത്തുവാനായി ചെറിയ സംഭാവന വാങ്ങി നമ്മൾ നൽകുന്നതാണ്. അത് നമ്മൾ ഇതുവരെ നമ്മളങ്ങനെ ചെയ്തില്ലായിരുന്നു. നമ്മുടെ പബ്ലിക്കിന് ഉപകാരപ്രദമാകാൻ വേണ്ടി നമ്മുടെ ഹാള് നമ്മൾ ചെറിയ സംഭാവന വാങ്ങി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലബ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി കൂടുതൽ സൗകര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് പണിയാൻ പ്ലാനുണ്ട്. അതുപോലെ തന്നെ 101 മെമ്പർമാരുണ്ടായിരുന്ന നമ്മുടെ ക്ലബിൻ്റെ അവസാനം പറയുന്നതാണ് മെമ്പർമാർ 101 പേര് വേണം. അതുകൊണ്ട് മെമ്പർമാരെ എടുക്കണം.
അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സർവീസ് മെൻറ്റാലിറ്റിയുള്ള കുറച്ച് പുതിയ മെമ്പർമാരെ നമുക്ക് എടുക്കണമെന്നുള്ള പ്ലാനുണ്ട്. അതുപോലെ നമ്മുടെ പ്രോജക്റ്റുകൾ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഞാനിവിടുന്ന് പ്രസംഗിച്ചിട്ട് യാതൊരു അറിയില്ല, ഞങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഉറപ്പുണ്ട്, ഞാൻ 2 കൊല്ലമായിട്ട് ഈ ക്ലബിൻ്റെ റിക്രിയേഷൻ ചെയർമാനാണ്. നമ്മുടെ ലയൺ ടോക്സ് ഉള്ളുകുന്നിൻ്റെയും നമ്മുടെ പ്രിയ ലയൺ ജോസിയുടെയും റിക്രിയേഷൻ ചെയർമാനായിരുന്നു. 2 പേരും എനിക്ക് അതുവഴി ഞാൻ സഹകരണം തന്നിരുന്നു. അതിനാൽ ഞാൻ ഈ സമയത്ത് ലയൺ ടോക്സ് ഉള്ളുകുന്നതിനോടും നമ്മുടെ പ്രിയ ജോസിയോടും ഈ സമയം ഞാൻ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിക്രിയേഷൻ കാര്യങ്ങളിൽ എനിക്ക് ഒത്തിരി സഹായിക്കുന്ന എല്ലാ മെമ്പർമാരുമുണ്ട്. അവർക്കും എല്ലാ മെമ്പർമാർക്കും ഞാൻ എൻ്റെ 2 കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്ക് എനിക്കെല്ലാം സഹായിച്ച എല്ലാ മെമ്പർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു. എല്ലാവരുടെയും സഹകരണവും ഉപദേശവും എപ്പോഴും ഞങ്ങൾക്ക് PSCക്കായിട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഏറെ സന്തോഷമുണ്ട് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. കഴിഞ്ഞ 2023-24 വർഷം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ ജോസ് കറിയ മുത്തിത്താവളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ന് പുതിയ 24-25 ഭാരവാഹികൾക്ക് സ്ഥാനം കൈമാറിയത്. അതിൽ 1-2 കാര്യങ്ങൾ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി ചേർന്ന് നല്ലൊരു നേത്ര പരിശോധനാ ക്യാമ്പ് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ് നടത്തി എന്നുള്ളത് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ ചുരുക്കം ക്ലബ്ബുകൾക്ക് സാധിച്ച ഒരു കാര്യമാണ്. അത്രയും നല്ല രീതിയിലുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ഫ്രീ ആയിട്ട് സർജറി കൊടുത്ത ഒരു നേത്ര പരിശോധനാ ക്യാമ്പായിരുന്നു അത്. അതുപോലെ തന്നെ നമ്മുടെ അരുവിത്തറ സെൻറ് ജോർജ് കോളേജിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബാണ് നടത്തിയത് എന്നുള്ളതും ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ 125ഓളം ക്ലബ്ബുകൾ ഉള്ളതിൽ ഒരു ക്ലബ്ബും ചെയ്യാത്ത നമ്മുടെ വെല്ലിച്ചമലയിൽ ഏതാണ്ട് 80,000-ഓളം രൂപ മുടക്കി അവിടെ ദുഃഖവെള്ളിയാഴ്ച വരുന്ന മുഴുവൻ ആൾക്കാർക്കും ദാഹശമനി കൊടുത്തുകൊണ്ടുള്ള ആ പുണ്യപ്രവൃത്തി, അതിലെനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമമുണ്ട്. തീർച്ചയായിട്ടും അതിന് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബിലെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല പുണ്യപ്രവൃത്തികളും നിങ്ങൾ പുറത്താരെയും അറിയിക്കുന്നില്ല. ഇടത്തുകൈയിൽ ചെയ്യുന്ന കാര്യം വലത്തുകൈയിൽ അറിയാത്ത രീതിയിൽ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നിങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇനി നമ്മൾ ലയൺസ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും അറിയണം. കാരണം ലയൺസ് പറയുന്നത് തന്നെ, ലയൺസ് ഇന്റർനാഷണൽ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ബാക്കി ആൾക്കാരെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുക. അതാണ് നമ്മുടെ ലയൺസിൻ്റെ ഒരു ചുമതല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന, അതായത് ഈ ഡിസ്ട്രിക്റ്റിലെ ഏതാണ്ട് എടുത്തു പറയത്തക്ക 5 ക്ലബ്ബുകളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ് എന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ്. ഈ ഡിസ്ട്രിക്റ്റിലെ ആര് ഗവർണറാകണം, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും നല്ല നിർണായക ഘടകമായിട്ടുള്ള ഒരു ലയൺസ് ക്ലബ്ബാണ് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ്. അതുപോലെ വേറൊരു ഭാഗ്യം കൂടി പറയുകയാണ്, ഇന്ന് പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ കോർഡിനേറ്റർമാരുടെയും RCSമാരുടെയും ഒക്കെ മീറ്റിംഗാണ്. ഇന്ന് കോട്ടയത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ഓഫീസർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്. ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞു, ഈ വർഷത്തെ പുതിയ ഗവർണറുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് ഏതാണ്ട് 40ഓളം പേർ ഓസ്ട്രേലിയക്ക് പോകുവാനായി മുന്നോട്ട് വന്നു. അവരെല്ലാം വളരെയധികം ഉത്സാഹിച്ചു. പക്ഷെ 6 പേർക്ക് മാത്രമാണ് ഓസ്ട്രേലിയയിൽ പോയി ഗവർണറുടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത്. അതിൽ 2 പേര് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബിലെ ആണെന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായും നല്ല കയ്യടി ജോസിയായിട്ടും ഭാവനയ്ക്കും കൊടുക്കാം. കാരണം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ 125 ക്ലബ്ബുള്ളതിൽ നിങ്ങൾക്ക് 2 പേർ ഈ ഈരാറ്റുപേട്ട ക്ലബ്ബിൽ നിന്ന് പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഏറെ അഭിമാനം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പുതിയതായി കടന്നു വന്നിരിക്കുന്ന പ്രസിഡന്റ്, ഏറെ സന്തോഷമുണ്ട്. ഞാൻ പല പ്രോഗ്രാമുകളിലും ഈ വർഷം പങ്കെടുത്തു. ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തതിൽ ഏറ്റവും അവസാനം തിരികെ എത്തിച്ച ഒരു പ്രസിഡന്റ് ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം അത്രയും എളിമയോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. ഈ വർഷം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഗവർണറുടെ പ്രോജക്റ്റുകളായ ഓട്ടോ, സ്ത്രീകൾക്ക് ഒരു തൊഴിൽ അല്ലെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഓട്ടോ നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അതുപോലെ തന്നെ
ഈരാറ്റുപേട്ട ക്ലബ്ബിൽ തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യട്ടെ. സമയക്കുറവായതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. നല്ല നല്ല ലൈൻ മെമ്പർമാരുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു ക്ലബ്ബ് എന്ന് എടുത്തു കാണിക്കാവുന്ന ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബിൽ വരാൻ സാധിച്ചതിലും നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്ക് തീർച്ചയായും ലയൺസ് ഡിസ്ട്രിക്ട് 319 ബിയുടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കുമെന്ന് പറയാനും ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അനുഗ്രഹം, കൂടുതൽ പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയതായി വരുന്ന 2024-25 വർഷത്തെ ഭാരവാഹികൾക്കെല്ലാം നല്ലൊരു ലയൺസ് വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലയൺസ്. എല്ലാവരും അവരുടേതായ കാഴ്ചപ്പാടിൽ അവരുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോജക്റ്റുകളെ പറ്റിയും മറ്റ് സംവിധാനങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞു. അതിലുപരിയായി ഇന്ന് തീരുമാനമെടുത്ത ഡിസ്ട്രിക്ട് കോർ കമ്മിറ്റിയിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ഈ മാസം 28-ാം തീയതി കൊണ്ടൂർ റിസോർട്ടിൽ വെച്ച്, ചങ്ങനാശ്ശേരി റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. അതിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണമെന്ന് ഇന്ന് വളരെ നിർദ്ദേശമുണ്ടായി. കുറച്ച് ആളുകളെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ദേവാലയപ്പെട്ട പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു കുറഞ്ഞത് 10 പേരെങ്കിലും രജിസ്ട്രേഷൻ നടത്തി ആ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ആ പ്രോജക്റ്റിന് ആ പരിപാടിയിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഉണ്ണി ഇവിടെ റീജിയൻ ചെയർമാനായും ഞാൻ സോൺ ചെയർമാനായി വന്ന കാലത്ത് മറ്റൊരു ക്ലബും ഞങ്ങളെ ആദരിക്കാതെ ഇരുന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് ഇവിടെ RCCC വിസിറ്റ് നടത്തി ഏറ്റവും വളരെ ഭംഗിയായി ഞങ്ങളെ ആദരിച്ചു. അഡ്വക്കേറ്റ് ജോബി, നമ്മുടെ രാമപുരവാണിയനുണ്ട്, മാർട്ടിൻ, അവരെല്ലാവരും ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടെ ഇന്നും എന്നും കാണുന്നു. അതുപോലെ തന്നെ ഭാവിയിലും നമ്മുടെ പുറപ്രധാനം ഞങ്ങളുടെ ക്ലബിലുണ്ടാകുന്ന പുറപ്രധാനം കുട്ടിച്ചാട്ടിൻ്റെ ഒരു ബന്ധുവാണ്. അതുപോലെ തന്നെ ആ കാഴ്ചപ്പാടോടെ ഞങ്ങൾ ഇനിയും കാണുന്നു. അതുപോലെ തന്നെ എല്ലാ ഈ പ്രസിഡന്റിന് എല്ലാ വിജയാശംസകളും ദൈവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിനെ പ്രസംഗിച്ചപ്പോൾ PPA ജോസേട്ടൻ പറഞ്ഞു, തുടങ്ങി വെച്ച പ്രോജക്റ്റുകളെല്ലാം നന്നായി പൂർത്തീകരിക്കാൻ, ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പുള്ളി എല്ലാവരോടും വളരെ നന്ദി അറിയുകയുണ്ടായി. അപ്പോൾ ഈ വർഷത്തെ ഒത്തിരി പ്രോജക്റ്റുകൾ, നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ പുതിയ നിയുക്ത പ്രസിഡന്റ് സജി ഇവിടെ പറയുകയുണ്ടായി. എല്ലാം നല്ല സർവീസ് പ്രോജക്റ്റുകളാണ്. അതെല്ലാം വളരെ പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായി ഈ വർഷം ഈ പ്രോജക്റ്റുകൾ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട എല്ലാ PSAT മറ്റ് എല്ലാ ബോർഡ് മെമ്പേഴ്സിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ലയൺസ്. ഈരാറ്റുപേട്ട ലയൺസ് ക്ലബ്ബ് 82-ലാണ് ഇവിടെ ആരംഭിച്ചത്. അന്ന് ലയൺസ് മെമ്പർമാരായ 3 ആളുകൾ കൂടി ഇനിയുണ്ട്. അതിലൊരാളാണ് വേറൊരു പിടിച്ചാട്ടം ഇവിടെ ഉണ്ട്. കുഞ്ഞു പിടിച്ചാട്ടം ഇനി വന്നിട്ടില്ല. ചെറിയ അസ്വസ്ഥതയൊക്കെ പറഞ്ഞ് വരാതിരുന്നതാണ്. നമ്മുടെ ഇതൊരു 2ാം ജന്മമാണ്. എല്ലാ പ്രസ്ഥാനങ്ങളിലും കഴിഞ്ഞ 20-22 വരെയുള്ള 1-2 വർഷക്കാലത്തെ കൊറോണ കാലം കഴിഞ്ഞ് ശരിക്കും ജീവനെടുത്ത് വരുന്നതേയുള്ളൂ. കഴിഞ്ഞ വർഷം നന്നായി ഒരു പണി ചവിട്ടാൻ ജോസേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം വിജയമൊക്കെ കണ്ട് വളരെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട്. അവസരത്തിലൂടെ ഇരിക്കൊണ്ട് ഷാജിയുടെ ഇടത്തം വലത്ത് നിൽക്കുന്ന 2 വളരെ മിടുക്കരായ ഈ ഞങ്ങളുടെ ക്ലബിലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറയാതെ അവർ 2 പേരുടെ പിൻബലത്തോടെ നല്ലൊരു ലയണിസ്റ്റിക് വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഒരു പ്രോജക്റ്റ് ഏതാണ്ട് ഔട്ട്ലൈനുമായിട്ടാണ് പ്രസിഡന്റ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചത്. എന്തായാലും നമ്മുടെ ക്ലബിൻ്റെ 82 വരെ മുതലുള്ള കാലഘട്ടത്തിൽ നല്ലതെന്ന് തോന്നിയതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് വിട്ടുപോയത് വീണ്ടും പുനരാരംഭിക്കും എന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പുനഃപരിശോധനയോടെയുള്ള നീക്കം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ പ്രസ്ഥാനങ്ങളെയും നന്നായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് അവർക്ക് ഊട്ടമായ പിന്തുണ
ലയൺസ് ക്ലബ്ബിലെ എല്ലാ മെമ്പർമാരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. അതവർ നയിക്കട്ടെ, നന്നായി പോകട്ടെ. പുതിയ രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ഗംഭീരമായി പോകാൻ അവർക്ക് ഈശ്വരൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിമാനം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട ഇൻസ്റ്റോളിംഗ് ഓഫീസറുമായ PMJ ലയൺ തോമസ് ജോസഫ്, അദ്ദേഹം തോമാച്ചൻ എന്ന് നമ്മൾ വിളിക്കുന്ന തോമസ് ജോസഫ് ചിരകാലമായി നമ്മുടെ ഈ ക്ലബ്ബുമായി നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരക്കിലും നമുക്ക് വേണ്ടി ഇവിടെ വന്ന ഈ സെറമണി ഏറ്റവും ഭംഗിയായി നടത്തിയ തോമാച്ചനോടുള്ള സ്നേഹവും കടപ്പാടും അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് ഉദയചാർജ് പ്രസിഡന്റ് സാജി, അദ്ദേഹം അറിയാം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ ഡൈനസ്റ്റിക് ഇയറിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണത്തെ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഈ മീറ്റിംഗ് പതിവിപരീതമായി നമ്മൾ ഞായറാഴ്ച നടത്തി. അതുപോലെയുള്ള നേരത്തെ നടത്തുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്കൊക്കെ സൗകര്യമാണെന്ന് അറിയിക്കുന്നുണ്ട്. അതുപോലെയുള്ള വ്യത്യാസങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഈ ലയൺസ് ഇയർ സമ്പുഷ്ടമാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ IPP ജോസ് കറിയാമുതാളത്തിൽ അദ്ദേഹം വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയാണ്. ഓർമ്മകൾ സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. അദ്ദേഹത്തിനോടുള്ള ഈ ക്ലബിനുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ റീജിയൻ പേഴ്സൺ വിൻസൻ എബ്രഹാം മാടവന, അദ്ദേഹം ഇതിനു മുമ്പായിട്ട് സോൺ ചെയർമാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹവും ആദരവും അർപ്പിക്കുന്നു. നമ്മുടെ സോൺ ചെയർപേഴ്സൺ ലിജു ആനപ്പാറ, അദ്ദേഹം ഡൈനാമിക് ആയിട്ടുള്ള ലീഡറാണ്. അദ്ദേഹത്തിനും കൃതജ്ഞത അർപ്പിക്കുന്നു. LCF കോർഡിനേറ്റർ ലയൺ ഉണ്ണി കുളപ്പുറമുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളോട് വിശദീകരിച്ചു. അദ്ദേഹത്തിനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ലയൺ സിബി മാത്യു, പ്രോജക്ട് കോർഡിനേറ്റർ, ഈ ഡിസ്ട്രിക്റ്റിൽ ഊർജ്ജസ്വലമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒട്ടേറെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിന് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ചാർട്ടർ മെമ്പർമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസ് പ്ലാത്തോട്ടം, ബി ജോർജ് പരമ്പരകൾ ഇവിടെ സന്നിധരായിരുന്നു. അവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ഡിന്നർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ലയൺ ഡോക്ടർ കുട്ടൻ ആൻഡ് ഫാമിലി, ലയൺ CA ജോസൂട്ടി ആൻഡ് ഫാമിലി, ലയൺ ജോസ് കറിയ മുത്തുതാള ആൻഡ് ഫാമിലി, അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവരോട് എല്ലാവരും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.